അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബി.എഡ് ഫസ്റ്റ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഓപ്ഷണൽ അറബി കോഴ്സിൻ്റെ തിയററ്റിക്കൽ ബേസിസ് ഓഫ് ടീച്ചിങ് അറബി എന്നുള്ള ടോപ്പിക്കിലാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ചോദ്യം: ഉക്തുബ് അൻ തർത്തീബ് തഅല്ലും, മാക്സിംസ് ഓഫ് ടീച്ചിങ്, തൻളീമു തഅലീമുൽ ലുഗ എന്നിങ്ങനെ പല രീതിയിൽ ചോദ്യം കാണാറുണ്ട്. 2022 ചോദിച്ച ചോദ്യമാണ് ഇപ്പോൾ നേരത്തെ വായിച്ചത്. ആൻസർ: ഖവായിദുൽ ആമ്മ ഫി തദ്രീസ്, മാക്സിംസ് ഓഫ് ടീച്ചിങ്. ഖവായിദുൽ ആമ്മ ഫി തദ്രീസ് ഹിയൽ ഹഖായിഖുൽ ആലമിയ്യ അല്ലതി ഇക്തശഫഹൽ മുഅല്ലിമു അലാ അസാസിൽ ഖിബ്റ. അധ്യാപകൻ തൻ്റെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയ അധ്യാപന മേഖലയിലെ ലോകസത്യങ്ങളെയാണ് പൊതുവായ നിയമങ്ങൾ, മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഇന്നഹ ദാതു അഹ്മിയത്തിൻ ആലമിയത്തിൻ വജസീറത്തിൻ ബിത്തിഖ. മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് വിശ്വാസയോഗ്യവും ലോകത്തിലെ പ്രാധാന്യമുള്ള ഒന്നായിട്ടാണ് കരുതുന്നത്. തുസാഇദു മഅരിഫത്തുൽ ഖവാഇദിൽ ആമ്മത്തിൽ മുഖ്തലിഫത്തി അലൽ മുഅല്ലിമി ലിമദിയ്യി ഖദമൻ ബിശക്ലിൻ മൻഹജി. ഒരു അധ്യാപകന് തൻ്റെ ക്ലാസ്സുകൾ വ്യത്യസ്തമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഈ പൊതു നിയമങ്ങളെ അറിഞ്ഞിരിക്കൽ അത് സഹായകമായി തീരും. കമാ അന്നഹ തുസാഇദു അലൈഹി ലിമഅരിഫത്തി ത്വരീഖത്തിഹി ഫി തദ്രീസ്. ടീച്ചിങ്ങിൽ ഏതുതരം മെത്തേഡ്, ത്വരീഖ നമ്മൾ ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കി തരാൻ ഈ നിയമങ്ങൾ സഹായിക്കും. വഹിയ മുഫീദത്തുൻ ലിൽഗായ ഫിൽ ഹുസൂലി അലാ മുശാറകതി ഫഅാലി ലിൽമുതഅല്ലിമീന ഫിൽ ഇൽമിയ്യതി തഅല്ലുമിയ്യ വതഅലീമിയ്യ. ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അധ്യാപന പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥികളെ ആക്റ്റീവായി പങ്കാളിത്തം ഉറപ്പുവരുത്താൻ, കരസ്ഥമാക്കാനുള്ള ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഉപകാരമാണ് യഥാർത്ഥത്തിൽ ഈ മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. പൊതുവായ പഠനത്തിലെ, അധ്യാപനത്തിലെ നിയമങ്ങളെന്ന് പറയുന്നത്. വൽ മുഅല്ലിമൂന അന്നഹും യജ്അലൂന തഅല്ലുമ ഫഅാലൻ വമത്തിഅൻ വദാ മഅസ. ലക്ഷ്യപ്രാപ്തിയുള്ള, ആനന്ദകരമായിട്ടുള്ള, വളരെ ആക്റ്റീവായിട്ടുള്ള പഠനത്തെ സൃഷ്ടിക്കാൻ അധ്യാപകന് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. വഇന്നഹും യബ്ഖൂന അത്തുല്ലാബ മുൻതബഹീന ലിഇൽമിയത്തി തദ്രീസി വതഅല്ലും. പഠന പ്രക്രിയയിൽ വിദ്യാർത്ഥികളുടെ ശ്രദ്ധ കീപ്പ് ചെയ്യാൻ അധ്യാപകന് ഈ മാക്സിംസ് ഓഫ് ടീച്ചിങ് ഗുണകരമായി നിലനിൽക്കുന്നു. വയംബഗി അലൽ മുഅല്ലിമി അൻ യുജവ്വിദ ദരിയ ബിഹ. അതുകൊണ്ട് തീർച്ചയായും ഒരു അധ്യാപകൻ ആ മാക്സിംസ് ഓഫ് ലേണിംഗ് കൃത്യമായിട്ട് അറിയുക നിർബന്ധമാണ്, അത്യാവശ്യമാണ്. വഫീഹ യലി ബഅദു മിൻഹ. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടവയാണ് താഴെ ചേർക്കുന്നത്. ഒന്നാമത്തേതാണ് അത്തദറുജു മിനൽ മഅലൂമി ഇലൽ മജ്ഹൂലി. അറിയുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് അറിയാത്ത കാര്യത്തിലേക്ക് എത്തുക. ഫ്രം നോൺ ടു അൺനോൺ. എന്താണ് അതിൻ്റെ പ്രത്യേകത? യുസാഇദു അലൽ ബിനാഇ അല അസാസിൽ മഅലൂമാത്തിൽ ഖദീമ. അത് പഴയ നമ്മുടെ അറിവുകളെ അടിസ്ഥാനമാക്കി ഒരു പുതിയ അറിവിനെ
സൃഷ്ടിക്കാൻ അത് സഹായിക്കും എന്നാണ് പറയുന്നത്. يعتمد المعلم على الحقائق الموجودة في البيئة المحلية للدارس. വിദ്യാർത്ഥിയുടെ അവൻ്റെ ചുറ്റുപാടിൽ നിന്നും ഉൾക്കൊണ്ട യാഥാർത്ഥ്യങ്ങളെ അധ്യാപകൻ അവലംബിക്കുന്നു. സുമ്മ യന്തലിഖു മിൻഹ ഇലൽ ബിആതി അല്ലുഖ. അങ്ങനെ അവലംബിച്ച ശേഷം മറ്റു ചുറ്റുപാടിലേക്ക്, മറ്റു സാഹചര്യങ്ങളിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിക്ക് കാക്ക എന്താണ്, അല്ലെങ്കിൽ ഏത് ജീവിയാണ്, ഏത് ഗണത്തിൽപ്പെടുന്നു എന്നൊക്കെ അറിയാം. പക്ഷെ മയിലിനെ കുറിച്ച് അറിയില്ല. അപ്പോൾ കാക്കയെക്കുറിച്ച് അത് ഏത് വർഗമാണ് എന്നൊക്കെ പറഞ്ഞ് മയിലിലേക്ക് എത്തുന്ന, അറിവില്ലായ്മയിൽ നിന്നും അറിവിലേക്ക് എത്തുന്ന ഒരു രീതിയാണിത്. ഒന്നുകൂടി വിശദീകരിച്ച് കഴിഞ്ഞാൽ, ക്ലാസ്സുകളിൽ നമ്മളൊക്കെ മാലൂമാത്ത് സാബിഖ, മുന്നറിവിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പരിശോധിക്കുന്നതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടാണ്. 2, അത്തദറുജു മിനസ് സഹലി ഇലസ് സുഅബ്, ഫ്രം ഈസി ടു ഡിഫിക്കൽട്ട്. പ്രയാസമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എളുപ്പമായിട്ടുള്ള വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, തുടങ്ങുക, എന്നിട്ട് പ്രയാസമുള്ളതിലേക്ക് പ്രവേശിക്കുക. അതാണ്, ആ രീതിയാണ് ഇവിടെ പറയുന്നത്. എന്താണ് അതുകൊണ്ടുള്ള നേട്ടം? അൽ ഇൻസാനു യഫ്ഹമുൽ അഷ്യ അൽ ബസീത്ത് അൽ ഖാലിയ മിന തഅഖീദ് സുമ്മ യതദറജു ഇലൽ അക്സരി സുഊബ. ഒരുപാട് കെട്ടിക്കുടുക്കങ്ങളില്ലാത്ത വളരെ ലളിതമായിട്ടുള്ള ഒഴിഞ്ഞ കാര്യങ്ങളെയാണ് മനുഷ്യൻ ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക. സ്വാഭാവികമായിട്ടും സുമ്മ യതദറജു ഇലൽ അക്സരി സുഊബ, പിന്നെയാണ് പ്രയാസമുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. 3-ാമത്തെ കാര്യമാണ് അത്തദറജു മിനൽ ബസീത്ത് ഇലൽ മുറക്കബ്, ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു പോകാം. അൽ ഇദ്റാഖുൽ ബശരി യസീറും മിനൽ മുജ്മലി ഇലൽ മുഫസ്സൽ. ഒരു വിഷയത്തെക്കുറിച്ച് പാഠമെടുക്കുമ്പോൾ ആ വിഷയത്തിൽ മൊത്തത്തിൽ എന്തു പറയുന്നു എന്ന് പറഞ്ഞതിന് ശേഷം മാത്രം വിശദീകരണത്തിലേക്ക് കടക്കുക. عند مشاهدة الشجرة ندرك أنه شجرة نخل مثلا ثم ندرك تفاصيلها وأجزاؤها. ഒരു മരം കാണുമ്പോൾ അത് ഈത്തപ്പന മരമാണ് എന്ന് ഉദാഹരണമായി പറയാം. പിന്നെ അതിന് ശേഷം മാത്രമാണ് അതിൻ്റെ ഓരോ പാർട്ടുകളും, ഈത്തപ്പനയുടെ മട്ടിൽ അതിൻ്റെ പ്രത്യേകത, ഈത്തപ്പനയിൽ വളരുന്ന കായ്കനികളുടെ പ്രത്യേകത, അത് വളരുന്ന പശ്ചാത്തലത്തിൻ്റെ, അങ്ങനെ വിശദീകരിക്കാൻ പാടൂ എന്നാണ് പറയുന്നത്. 4-ാമത്തേതാണ് അത്തദറുജു മിന തജ്രിബിയ ഇലൽ മഅകൂലിയ, ഫ്രം എംപെരിക്കൽ ടു റാഷണൽ. അടുപ്പത്തുള്ള തീമ തൊട്ട് കഴിഞ്ഞാൽ കൈ പൊള്ളുമെന്ന് ഒരു കുട്ടി മനസ്സിലാക്കി. അതവൻ്റെ തജ്രിബയാണ്, അതെൻ്റെ അനുഭവമാണ്. പിന്നീട് അവന് വിശദീകരിച്ചു കൊടുക്കുകയാണ്, 100 ഡിഗ്രി സെൽഷ്യസ് ഉള്ള സമയത്താണ് ഒരു വെള്ളം തിളക്കുകയുള്ളൂ എന്ന് അവന് പഠിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ. അപ്പോൾ അവൻ്റെ അനുഭവങ്ങളിൽ നിന്ന് അവൻ്റെ ചിന്തയിലേക്ക്, അവൻ്റെ ചിന്താപരമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സിസ്റ്റം. 5 അസ്സൈറു മിനൽ ജുസ്ഇ ഇലൽ കുല്ലി. ഒരു പാർട്ട് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പല വിഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലും. ഇപ്പോൾ ഉദാഹരണത്തിന് മുബ്തദ് ഖബർ വിശദീകരിച്ചതിന് ശേഷം അതിൻ്റെ വിശാലമായ മുബ്തദ് ഖബർ പിന്തിയാൽ മുന്തിയാൽ എന്ന് പറയുന്ന വിശാലമായിട്ടുള്ളതിൻ്റെ മേഖലയിലേക്ക് കടക്കുന്നത് പോലെ, അതുപോലെ തന്നെ മിനൽ കുല്ലിയിൽ ജുസ്ഇ എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടിയുണ്ട്. അഥവാ നമ്മൾ ബൈത്തുൻ എന്ന് പഠിപ്പിക്കുന്നത് കുല്ല് പറയും, ബൈത്താണ് കുല്ല്. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലെ ബ എന്ന് പറയുന്ന അക്ഷരത്തെ പഠിപ്പിക്കുക, ജുസ് പഠിപ്പിക്കുക. അതും ഒരു സിസ്റ്റമാണ്. മിനൽ മാദിയ് ഇലൽ ദിഹ്നി. 7-ാമത്തെയാണ് ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്റ്റ്.
അഥവാ ഒരു കുട്ടിക്ക് ആ കുട്ടിയോട് മണ്ണിനെക്കുറിച്ചും മണ്ണിൻ്റെ വിഷയങ്ങളെക്കുറിച്ചും മണ്ണിലെ കളിമണ്ണുണ്ടാക്കുന്ന അതിൻ്റെ രൂപങ്ങളുണ്ടാക്കുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ പറയുക. അതിനാണ് മാജി എന്ന് പറയുക. ദിഹ്നി, എന്നിട്ട് ആ മണ്ണ് കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് പറയുന്ന ദിഹ്നിയായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വിശദീകരിച്ചു കൊടുക്കുക. എട്ടാമത്തെയാണ് മിനൽ ഖാസി ഇലൽ ആം, ഫ്രം പെർട്ടിക്കുലർ ടു ജനറൽ. പെർട്ടിക്കുലർ അഥവാ പ്രത്യേകമായത് എന്ന് പറയുമ്പോൾ ആനയെ കാണിച്ചു കൊടുക്കുക. ആനയെ കാണിച്ചിട്ട് ഇതെന്താണ്, ഇത് മൃഗമാണ്. എന്നിട്ട് കുതിരയെ കാണിച്ചു കൊടുക്കുന്നു, മൃഗത്തെ കാണിച്ചു. അപ്പോൾ ഖാസായിട്ടുള്ള കുറച്ച് സാധനങ്ങളെ കാണിച്ചു കൊടുത്തിട്ട് ഇവ മൃഗങ്ങളാണ് എന്ന് പറയുന്ന ആമായിട്ടുള്ള ഹയവാനാത്തിൽ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന സിസ്റ്റം. അപ്പോൾ അതാണ് ജനറലിലേക്ക് അതിനെ സൂചിപ്പിക്കുന്ന സിസ്റ്റം. 9 മിന തഹ്ലീലിൽ തർക്കീബ്, അനലൈസ് ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഘടനയിലേക്ക് കടക്കുന്ന സിസ്റ്റം. 10 മിനൽ ഹഖീഖി ഇലൽ ഖിയാലി, 10 മിനൽ ഹഖീഖി ഇലൽ ഖിയാലി, ഫ്രം ആക്ച്വൽ ടു ഇമാജിൻ. യാഥാർത്ഥികതയിൽ നിന്ന് അതിനെ സാങ്കല്പികതയിലേക്ക് അതിനെ കൊണ്ടുപോകുന്ന ഒരു സിസ്റ്റം. 11 മിനൽ നഫ്സിയ ഇലൽ മുൻതഖി, സൈക്കോളജിക്കലിൽ നിന്ന് ലോജിക്കലിലേക്ക് അത് കൊണ്ടുപോകുന്ന. ഈ ക്വസ്റ്റ്യനാണ് തർത്തീബ് തഅല്ലും, മാക്സിംസ് ഓഫ് ടീച്ചിങ്, തൻളീമ് തഅല്ലുമുൽ ലുഗ എന്നൊക്കെ പറഞ്ഞ് കാണാറുള്ളത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്.